എന്നെ കാണിക്കും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വെതർ വന്നിട്ട് കുറച്ച് ശോകമാണ് കേട്ടോ. രാവിലെ തന്നെ മഴയും തണുപ്പും കാറ്റ് മാത്രം കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനിങ്ങനെ വിൻഡോയിലൂടെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന എൻ്റെ ഇവിടുത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ വാടി തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കൂടിപ്പോയതുകൊണ്ട് അവർക്കൊക്കെ എന്താ പറയുക കുറച്ച് ക്ഷീണം സംഭവിച്ചു. ഞാനിവരെ എല്ലാം മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണാക്കാൻ പോവാണ്. എന്നിട്ട് ഇവരെയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പോവാണ്. ഇതുണ്ടോ എൻ്റെ കാക്ടസ് മൂൺ പ്ലാന്റ്. ഇതിൻ്റെ ടോപ്പ് ഫ്ലവർ മാത്രം വലിയ കുഴപ്പമില്ല, ബാക്കിയെല്ലാം വെള്ളം കൂടിപ്പോയി ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെല്ലാം മാറ്റാൻ പോവാണ്. ഒന്ന് ഫ്രഷ് ആക്കട്ടെ. വിൻഡോ സൈഡൊക്കെ ഒന്ന് ഫ്രഷ് ആയില്ലെങ്കിൽ മൊത്തത്തിൽ ഡള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നും. ഇതിൽ 2-3 ചെടികളെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് കണ്ടോ, ഇതെനിക്ക് എൻ്റെ ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. തന്നപ്പം അതിൽ നിറച്ച് എന്താ പറയുന്നത് ചെടിയൊക്കെ നല്ല നല്ല തിക്കായിട്ടിരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ചതെല്ലാം മാടിപ്പോയി. അപ്പോൾ ഞാനതിനെ റിഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാം. എനിക്ക് ഈ ഷൂ വേസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതിൽ ഫ്ലവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്, കളേഴ്സ് മാറ്റി വയ്ക്കും. ഇന്ന് എല്ലാം വൈറ്റ് ആൻഡ് ഗ്രീൻ ആൻഡ് റെഡ് തീമിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാവരും. അപ്പം അതവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഈ ബേർഡ് കണ്ടോ, ഇതെനിക്ക് ഞങ്ങളുടെ നെയ്ബർ തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ തന്നെ വയ്ക്കും, കാരണം വെയിലടിക്കുമ്പം ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിൻ്റെ അകത്തൂടെ സൺലൈറ്റ് വരുന്നത് കാണാൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ട്രിപ്പ് വന്നിട്ടൊരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർബിൾ ഹിൽ ബീച്ചിലേക്കാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ബീച്ചുള്ളത്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വെതറിൽ കുറച്ച് മാറ്റം വന്നു. കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ നേരെ വണ്ടി എടുത്ത് ചാടി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അത് തന്നെയല്ല, കുഞ്ഞ് കുറച്ച് വലുതായതിന് ശേഷം ബീച്ചിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. കാറിലിരുന്ന് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ആശാൻ എണീറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല ഇത് എവിടേക്കാണ് പോകണേന്നൊന്നും. അവൻ ശരിക്കും ഇതുവരെ അവൻ ബീച്ചിലെ വെള്ളമൊന്നും കണ്ടിട്ടില്ല, എവിടെയോ ഇറങ്ങി നടക്കുന്നു, അങ്ങനെ ഒരു ഫീലാണ് അവനുള്ളത്. അവനിങ്ങനെ നോക്കിയിരിക്കുക. ഇത് കണ്ടോ, ആരോ ഇവിടെ കാസിൽ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാക്കി വെച്ചായിരിക്കും. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടെ കഴിയുമ്പം എനിക്കും ഇവന് ഇതുപോലത്തെ ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. എന്നിട്ട് ബീച്ചിൽ വന്നിട്ട് കാസിലൊക്കെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അറിഞ്ഞൂടാ. ഇരുന്നില്ല, കുറച്ചു നേരമൊക്കെ നിന്നിട്ടും അവനും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ ഇച്ചിരൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട്. ഇതേ അപ്പോൾ അത് നല്ലതായിട്ട് തെരച്ച് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാണല്ലോ, ശരിക്കും നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിലോ ഈ വെള്ളത്തിന് നല്ല ബ്ലൂ കളറായിരിക്കും കാണാൻ. അതുപോലെ പുറകിലുള്ള മലകളൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിരിക്കും ആ സമയത്ത്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വേലി ഇറക്കത്തിൻ്റെ സമയമാണ്. കണ്ടോ, വെള്ളം ഇറങ്ങിപ്പോയേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ആ മണ്ണിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ടോ, വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ഉള്ള നല്ല രസമാണ് കാണാൻ. തട്ടായിട്ട് നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടിയതെങ്കിലും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഓക്കെ, ഇവിടെ കണ്ടോ ഒരാൾ സർഫ് ചെയ്യാൻ പോവാണേ. ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. എന്നാൽ വെള്ളം തിര അടിക്കുന്നതിന് ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ഷൂസൊക്കെ നനയാതിരിക്കാൻ തിരിഞ്ഞു ഓടുക. ഇവിടെ ഒരാൾ സർഫ് ചെയ്യുമ്പോൾ അവിടെ കുറേ പേര് സർഫ് ചെയ്യാൻ ഇറങ്ങാറ് കേട്ടോ. സമ്മർ ടൈമിൽ ഈ ഒരു ബീച്ച് ഭയങ്കര ബിസി ആയിരിക്കും. നമുക്കിതുപോലെ ഫ്രീ ആയിട്ട് ഇത്രയും സ്പേസ് ഒന്നും കിട്ടത്തില്ല, നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നല്ല രസമായിരിക്കും ആ ടൈമിൽ കാണാനായിട്ട്. ഇത് കണ്ടോ, ഷെല്ലാണേ. ഇത് കുഞ്ഞ് ആദ്യമായിട്ട് കാണുമ്പോൾ ചുമ്മാ അവനിതെല്ലാം കാണിക്കുക. ഒന്ന് നോക്കുക, എന്താണെന്നൊന്നും അവന് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞാ
ഇങ്ങോട്ട് തിരിഞ്ഞേ. ഓക്കെ ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് ഇപ്പോൾ കര ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് നടക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇപ്പം കുറേ പേര് ബേബി സ്ട്രോളറും കൊണ്ടൊക്കെ വന്നിട്ട് ബീച്ചിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടപ്പുണ്ടായിരുന്നു പിള്ളേരെ. അപ്പം നമ്മളും സ്ട്രോളറൊക്കെ ഇടയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനെ വെള്ളം കാണിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഇറങ്ങണമല്ലോ. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി തണുപ്പെന്ന് പറയാനുണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ എന്നെ കാണിക്കോ. ഇത് കണ്ടോ, ഇപ്പം തിരയടിച്ച് പോയടുത്ത് സ്റ്റാർ ഫിഷിനെ കണ്ടോ? ദേ ഇവിടെ ഒരെണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്നറിയില്ല. ഒരു സ്റ്റാർ ഫിഷ് ദേ ഇവിടെ ഉണ്ട്. പിന്നെ ഒരെണ്ണം ദേ നോക്കട്ടെ, എന്തിയേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പോയി. അതെ കാണാവോ, 2 സ്റ്റാർ ഫിഷിനെ കണ്ടു. അങ്ങനെ ബീച്ച് ടൈം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഡൺഫനാഗി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാണേ. ഡൺഫനാഗി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു സൈഡ് ഫുള്ള് കുറേ നേരത്തേനും ബീച്ചാണ്. അപ്പോൾ ഞാൻ ഓർത്തു ക്യാമറയിൽ കിട്ടുന്ന അത്രയും എടുത്ത് വെക്കാമെന്ന്. കണ്ടോ, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷും ചിപ്സും ആണ്, വൈറ്റ് ഫിഷാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് അതിൽ. പിന്നെ പക്ഷേ ഉപ്പും മുളകൊന്നുമില്ല, ഉപ്പുണ്ട് അല്ലാതെ നമ്മുടെ മസാലാസ് ഒന്നുമില്ല. പിന്നെ ഓണിയൻ റിങ്സ്, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് കണ്ടോ, ഡൺഫനാഗി ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടോ, കുറേയൊക്കെ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. അടുപ്പിച്ച് ഷോപ്പുകളുണ്ട്. അതുപോലെ കുറേ ബാറാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു എന്താ പറയുക, നല്ലൊരു വെയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും വെളിയിലിറങ്ങും. അപ്പോൾ ടൗണൊക്കെ ശരിക്കും ബിസി ആയിരിക്കും. കുറച്ചും കൂടി കഴിയുമ്പം ഇതിലും ബിസി ആയിരിക്കും. ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ കാണാമല്ലോ, അയർലൻഡും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഞാനും ഇതുപോലെ പണ്ടൊക്കെ നാട്ടിലിരുന്ന് വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വീഡിയോ എടുത്ത് നോക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, സിംഗിൾ സ്റ്റോറീഡ് ഹൗസസ് ഒക്കെ കണ്ടോ, എന്ത് രസമാണ്. ഇവിടെയുള്ള കുറേയൊക്കെ വീടുകൾ, ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വീടുകളൊക്കെ ഹോളിഡേ ഹോംസാണ്. ഇതൊക്കെ കണ്ടോ, കുറേ ഹോളിഡേ ഹോംസാണ്. ഇത് വെക്കേഷൻ ടൈമിലൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകും. ഇവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലമാണ് പോർട്ട് ബ്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇതൊരു പേരാണ്. അപ്പം ഇവിടെ നമ്മൾ വന്നപ്പോൾ നല്ല കാറ്റും അതുപോലെ നല്ലതായിട്ട് തിരയടിക്കുന്നുണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു സൈഡിൽ മാത്രമാണ് വണ്ടി നിർത്തിയേക്കുന്നത് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ അത് അങ്ങ് താഴെ വരെ നമുക്ക് ഇറങ്ങിപ്പോകായിരുന്നു. ഇപ്പോൾ ശരിക്കും വെയിൽ ഏറ്റവുമായി, നമ്മൾ തിരിച്ച് പോരുന്ന സമയമായപ്പോഴേക്കും നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ കാറ്റിനനുസരിച്ച് തിര അടിച്ച് കയറി വരികയാണ്. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുഴപ്പമില്ല. എന്റെ കൈ
കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തേത്. താങ്ക് യു ഗോഡ്. നമ്മൾ ഇതുപോലെ എന്താ പറയുന്നത്, നമുക്ക് ഓഫുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ അയർലൻഡിൽ ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.